ഹായ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴേ പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ ആയിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കേണ്ടി വരിക. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ കേട് വരാതെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഭവം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതെന്താണെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ഈ ഒരു ഡിഷിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു തൈരോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടം മുളകോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ടം മുളകോ ഒക്കെ വറുത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നാരങ്ങാച്ചാറാണ് കേട്ടോ. നാരങ്ങാച്ചാർ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷെ എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചോറ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊന്നിയരിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 2 ഗ്ലാസ് അരി 4-5 വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 കീറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തത് നല്ല പോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതി. പക്ഷേ ഇടയ്ക്ക് പൊട്ടുകടലയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ കടല ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നിലക്കടല ഉണ്ടല്ലോ വറുത്തത്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു സ്ലോയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ കരിയാതെ പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളതിലേക്ക് നാരങ്ങാനീര് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ഉപ്പ് വേണ്ടത് വെച്ചാൽ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ, നാരങ്ങാനീര്. അപ്പം ഞാനിവിടെ 3 നാരങ്ങയുടെ ലെമൺ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ചീനച്ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂടിൽ ഇതൊന്ന് ലെമൺ ജ്യൂസ് ഒന്ന് ചൂടായിക്കോളും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ പൊന്നിയരിയാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇത് വിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിൽ ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾ ടൊമാറ്റോ റൈസും പുളിയോദരയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിൽ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഏകദേശം ഒരു 2, 3, 4 ആളൊക്കെ പോവുകയാണെങ്കിൽ ഒരു നല്ല എമൗണ്ട് വരുമല്ലോ നമ്മുടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെയാണ്. അപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം വെജിറ്റേറിയൻ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത് നല്ലെണ്ണയിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഡെയിലി ഇപ്പം നമ്മുടെ വീട്ടിലത്തെ ഇന്നത്തെ ഒരു ആവശ്യത്തിനൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. രണ്ടിൻ്റെയും ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായതൊരു ടേസ്റ്റും, പിന്നെ നല്ലെണ്ണയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാനാണ് നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് നമ്മളുടേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൽ കാണും. അപ്പോൾ നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത് ഓംലേറ്റ് ആണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് 2 മുട്ടയുടെ ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലെമൺ റൈസ് അല്ലാതെ തന്നെ ടൊമാറ്റോ റൈസും പുളിയോദരയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അത് വേണ്ടവർ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ഓംലേറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ടിഫിനിലേക്ക് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ക്രിസ്മസ് സീരീസ് തുടങ്ങാനുള്ള സമയമായി. അതിന് എനിക്കറിയാവുന്ന കുറച്ച് കേക്കുകളുണ്ട്. പ്ലം കേക്കും പിന്നെ ഡേറ്റ്സ് കേക്കും പിന്നെ ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.